ജയിലിൽ 2000 കിലോയുടെ മത്സ്യവിളവെടുപ്പ്. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ നടത്തിയ മത്സ്യകൃഷിയിൽ നിന്നും 2000 കിലോയുടെ വിളവെടുപ്പ് ലഭിച്ചു. ഈ മത്സ്യങ്ങൾ മറ്റു ജയിലുകളിലേക്കും വിൽപ്പനയ്ക്കുമായി ഉപയോഗിക്കും. 5 വ്യത്യസ്ത ഇനം മത്സ്യങ്ങളായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത്. MLA CK ഹരീന്ദ്രനായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. മത്സ്യകൃഷി കൂടാതെ റംബൂട്ടാൻ, കൂൺ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയുടെ കൃഷിയും ഇവിടെ കാണാൻ സാധിക്കും. ഓണത്തോടനുബന്ധിച്ച് കരിമീൻ കൃഷി കൂടെ നെട്ടുകാൽത്തേരിയിൽ ആരംഭിക്കുമെന്നും MLA പറയുകയുണ്ടായി. ഞാൻ നിൽക്കുന്നത് നെട്ടുകാൽത്തേരി ഓപ്പൺ ജയിലിന് അകത്തുള്ള സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലമായി നാടൻ ശുദ്ധ മത്സ്യം ലഭിക്കാനുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചു വരികയാണ്. 5 തരം മത്സ്യവിത്തുകളാണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിച്ചു പോരുന്നത്. കാർപ്പ്, അതുപോലെ മൃഗാൽ, സൈപ്രനസ്, രൂഹു, കട്ടള എന്നീ 5 മത്സ്യവിത്തുകളാണ് ഇവിടെ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നത്. ഇന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ജയിലുകളിലായി 1000 കിലോ മത്സ്യം, ശുദ്ധ മത്സ്യം ഇവിടെ നിന്ന് സൂപ്രണ്ട് എത്തിച്ചു കഴിഞ്ഞു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്തു വരുന്നത്. ഓർണമെൻ്റൽ മത്സ്യം നമുക്ക് പുറത്ത് കയറ്റി അയക്കാൻ കഴിയും. നല്ല ലാഭകരമായിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ന് നാടൻ മത്സ്യ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വഴി കേരളത്തിലെ ഫിഷറീസ് വകുപ്പിന് ലഭിച്ചു വരുന്നത്, ഗവൺമെൻറ്റിന് ലഭിച്ചു വരുന്നത്. കരിമീൻ കൃഷി കൂടെ ആരംഭിക്കാനുള്ള പുതിയ പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടവർ വരുമെന്ന് പറഞ്ഞതാണ്. അടിയന്തരമായും ഇവിടെ തന്നെ ഒരു മീറ്റിംഗ് ചേർന്ന് കരിമീൻ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്കുള്ള സാധ്യതയുള്ള മത്സ്യമാണ്, ശുദ്ധ മത്സ്യമാണ് കരിമീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മത്സ്യമാണ്. അതുകൊണ്ടാണ് ഒരു കരിമീൻ കൃഷി കൂടെ ഇവിടെ ആരംഭിക്കണം എന്ന് ആലോചിച്ചിട്ടുള്ളത്. അത് വളരെ വേഗത്തിൽ നമുക്ക് ഒരു മാസത്തിനകത്ത് തന്നെ ഓണത്തോടനുബന്ധിച്ച് തന്നെ കരിമീൻ കൃഷി കൂടെ ആരംഭിക്കാൻ കഴിയും.